നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമും ഒരു ഷേക്കിൻ്റെയും റെസിപ്പിയാണ്. വാട്ടർമെലൺ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. 2-3 ഐറ്റംസ് മാത്രമേ വേണ്ടുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. വാട്ടർമെലൺ ഫ്ലേവറുള്ള 3 ടേബിൾ സ്പൂൺ ജെല്ലി പൗഡറാണിത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് തണുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു 4 പീസ് വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസസ് ആക്കി എടുക്കുക. എന്നിട്ടൊന്ന് മിക്സിയിൽ ജ്യൂസ് ആക്കി എടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഈ ജ്യൂസിലേക്ക് നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ജെല്ലി മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് വിപ്പിംഗ് ക്രീം മിക്സിൻ്റെ പൗഡറാണ്. ഇതിലൊരു 30 ഗ്രാമിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തണുത്ത പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ നല്ല തിക്ക് ക്രീമായിട്ട് വരുമല്ലോ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് പൗഡറിലും ജെല്ലി മിക്സിലും ഓൾറെഡി കുറച്ച് ഷുഗറിലുണ്ട്. ഞാനൊരു ഇത്തിരി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ജ്യൂസും ജെല്ലി മിക്സും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഇത് അപ്പം തന്നെ ഇങ്ങനെ ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഷേക്ക് പോലെയും യൂസ് ചെയ്യാം. നല്ല തണുത്ത വാട്ടർമെലൺ ആണെങ്കിൽ നല്ല തണുപ്പും ഉണ്ടാവും. അപ്പം നമുക്ക് 2 തരത്തിലും ഇത് കഴിക്കാം. ഒന്ന് ഷേക്കായിട്ടും ഒന്ന് ഐസ്ക്രീമായിട്ടും. ഇത് ഐസ്ക്രീം എന്ന് പറയുന്നതിനേക്കാളും ഇതിൻ്റെ ടെക്സ്ചർ വാട്ടർമെലൺ സോബറ്റ് പോലെയാണ് കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. ഇത് ആദ്യം ഫ്രീസറിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഒന്നുകൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒന്നും കൂടെ ഫ്രീസ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.